ശിവൻ്റെ ജടയിൽ നിന്ന് പുറത്തു വന്ന് അമ്പിളി ദേവി തൻ്റെ പ്രിയപ്പെട്ടവനെ ഉറ്റുനോക്കുന്ന കാഴ്ച നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? ഈശ ഫൗണ്ടേഷനിൽ സന്ധ്യാസമയത്തെ ഒരു മനോഹര കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈശയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ വലിയ കൂറ്റൻ ശിവൻ്റെ പ്രതിമയാണ് കാണുക. ഇനി നമ്മൾ ഈ ശിവൻ്റെ പ്രതിമയുടെ പിറകിലേക്ക് പോകാം. അപ്പോൾ രണ്ട് സുന്ദരന്മാരായ രണ്ട് ആളുകൾ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരാൾ ഫ്രഞ്ചുകാരനും ഒരാൾ ഇന്ത്യക്കാരനും. നമുക്ക് എന്ത് സഹായം വേണമെങ്കിലും അവരോട് പറയാം. ഈശയെപ്പറ്റി കൂടുതൽ അറിയാൻ അവരുടെ കയ്യിൽ കുറേ പുസ്തകങ്ങളുണ്ട്. വേണമെങ്കിൽ നമുക്ക് വാങ്ങി അതൊക്കെ വായിക്കാം. ഈ പ്രതിമയുടെ മനോഹരമായ കാഴ്ചകളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രതിമയുടെ പിന്നാമ്പുറത്തുള്ള കാര്യങ്ങൾ നോക്കാം. ഈശ ഫൗണ്ടേഷൻ്റെ ഹൃദയഭാഗമാണ് ഈശ ധ്യാന കേന്ദ്രം. അപ്പോൾ ഈ ശിവൻ്റെ പ്രതിമയുടെ പിൻവശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോകാൻ നമുക്ക് കാളവണ്ടിയിലോ അല്ല മറ്റു വണ്ടിയിലോ പോകേണ്ടി വരും. അങ്ങനെ നമ്മൾ ആ പ്രതിമയുടെ പിന്നിൽ ഇഷ്ടം പോലെ ഇങ്ങനെയുള്ള കാളവണ്ടികളൊക്കെ കിട്ടും. അങ്ങനെ നമ്മളൊരു കാളവണ്ടി പിടിച്ച് ഇതിൻ്റെ ഇവിടെ വന്നു. നല്ല ഭംഗിയുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ള കാളകളാണ് കേട്ടോ ഇവ. ഇവിടം വരെ എത്തിയാൽ പിന്നെ നമുക്ക് മൊബൈൽ ഫോണൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതാണ് ലാസ്റ്റ് സ്ഥലം. ഇവിടം വൃത്തിയാക്കാനും റിപ്പയർ ചെയ്യാനും ഒക്കെ ആളുകൾ സദാസമയം ജോലി ചെയ്തു കൊണ്ടിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ ധ്യാന കേന്ദ്രത്തിലേക്ക് പോകാം. ഈ കാണുന്ന എൻട്രൻസിലൂടെയാണ് നമുക്കുള്ളിലേക്ക് പോകാൻ പറ്റുക. വലിയൊരു സർപ്പത്തിൻ്റെ ഒരു പ്രതിമ അവിടെ കാണാം. അപ്പോൾ നമ്മളൊക്കെ ഉള്ളിൽ പോയി ഫോൺ എടുക്കാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ തീർത്ഥക്കുണ്ടെല്ലാം കാണാൻ മനോഹരം തന്നെയാണ്. അപ്പോൾ അങ്ങനെ കുറേ പേരൊക്കെ അവിടെ പോയി കുളിച്ചു, പുറത്തേക്ക് വന്നു. ഇനി നമുക്ക് വീഡിയോ കാണാം. എൻ്റെ ഫ്രണ്ട് നീത്തയാണിത്. അവൾ കാളയെ തൊടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പേടിയുണ്ട്. നമ്മൾ അതേ കാളവണ്ടിയിൽ തന്നെ തിരിച്ച് വരികയാണ്. തിരിച്ച് വരുമ്പോഴാണ് ഈ മനോഹരമായ ഈ സ്ഥലങ്ങളൊക്കെ കാണുന്നത്. നിറയെ കൃഷിയിടങ്ങളും വയലുകളും അങ്ങനെ ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. വളരെ ശാന്തമായ സ്ഥലം. ദൂരെ മലനിരകൾ. ഇതിൻ്റെ ധ്യാന കേന്ദ്രത്തിന് അകത്ത് കയറിയാൽ ഭക്തിയുടെ പാരമ്യതയിൽ ലയിച്ചു നിൽക്കുന്ന ആളുകളെ കാണാം. കൂറ്റൻ നന്ദിയുടെ വലിയ പ്രതിമ, പിന്നെ മറ്റ് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം ഉള്ളിൽ പോവുക തന്നെ ആശ്രയം. ഇനി 7 മണിക്ക് ഈശയുടെ മുമ്പിൽ വലിയൊരു ലൈറ്റ് ഷോ ഉണ്ട്. അത് കാണാനാണ് നമ്മൾ ഈ സന്ധ്യ വരെ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ വയലുകളും മനോഹരമായ ഈ സ്ഥലങ്ങളൊക്കെ കടന്ന് വേണം നമുക്ക് ഇവിടെ എത്താൻ. അപ്പോൾ ഈശയുടെ ഏറ്റവും പുറകു വശമാണ് ഈ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ സന്ധ്യയായിരിക്കുന്നു. മേഘങ്ങളൊക്കെ പറന്ന് ഇങ്ങനെ ഈശയുടെ മുകളിൽ നിൽക്കുന്നത് പോലെ തോന്നും. സന്ധ്യാനേരം ഈ കാളവണ്ടി പതുക്കെ പോവുകയാണ്. നമ്മളാണെങ്കിൽ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ കാളവണ്ടിയിൽ ഇരിക്കുകയാണ്. സത്യത്തിൽ ഈ കാളവണ്ടിയിൽ ഞാൻ ആദ്യമായി കയറുകയാണ്. ഇവിടെ തമിഴ്നാട്ടിലൊക്കെ വന്നാൽ മാത്രമേ കാളവണ്ടിയിലൊക്കെ കയറാൻ പറ്റുകയുള്ളൂ. അങ്ങനെ നമ്മൾ ഈ പ്രതിമയുടെ പിൻഭാഗത്തെത്തി. ഇപ്പം അവിടെ കുറച്ച് പേരൊക്കെ സാധാരണ മോട്ടോർ വണ്ടിയിലൊക്കെ വന്നിറങ്ങുന്നത് കണ്ടു. ആളുകളൊക്കെ ഈ ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയാണ്
ഇവിടെ എത്തുന്നത്. ഇപ്പോൾ കുറച്ച് കുറച്ചായി ആളുകളൊക്കെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങി. ഇനി 7 മണിക്ക് മാത്രമേ ഈ ഷോ തുടങ്ങുകയുള്ളൂ. അപ്പോഴേക്കും ഈ ഷോ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി ചന്ദ്രൻ മറ്റൊരു വശത്തൂടെ ഉയർന്നു പൊങ്ങി ഇങ്ങനെ ആകാശത്ത് വന്ന് നിൽക്കുകയാണ്. നമ്മളെല്ലാവരും ആ വലിയ മൈതാനത്തിന് നടുവിൽ ഇരുന്നു സംസാരിച്ചു അങ്ങനെ ഈ ഷോ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ മൈതാനത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അവിടെ കുറേ സ്റ്റെപ്സ് ഉണ്ട് ഈ പ്രതിമയുടെ തൊട്ട് താഴെ. അപ്പോൾ അവിടെയാണെന്ന് വെച്ച് നമ്മളെല്ലാം അവിടെ ഇരുന്നു. പക്ഷേ അവിടെയല്ല, ഗ്രൗണ്ടിലിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ ഈ ഷോയുടെ ആദ്യ അനൗൺസ്മെൻറ്റ് വന്നു. Welcome to Isha Yoga Center. We request your attention as we guide you on how you can make use of the powerfully consecrated spaces of Isha Yoga Center. Here, you can spend time in the presence of Adi Yogi and Yogeshwara Lingam. If you wish, you can offer water and neem leaves to the lingam. Then, you can proceed towards the Tirtha Kund, Surya Kund for men and Chandra Kund for women. സൂര്യൻ മുഴുവനായി അസ്തമിച്ചു കഴിഞ്ഞു. ഇരുട്ട് വ്യാപിച്ചു തുടങ്ങി. മറുഭാഗത്തുകൂടി ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു വരുന്നേ ഉള്ളൂ. അത് കാണുമ്പോൾ നമുക്ക് തോന്നും മഹാദേവൻ്റെ ജടക്കുള്ളിലുള്ള ചന്ദ്രൻ പുറത്തു വന്ന് തൻ്റെ സ്വാമിയെ ഉറ്റുനോക്കുന്നത് പോലെ തോന്നും. അതിൻ്റെ വീഡിയോസാണ് ഞാൻ ആദ്യം തന്നെ ഇട്ടത്. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി അത് ദർശിക്കാം. എന്ത് മനോഹരമാണ് ഈ കാഴ്ച അല്ലേ? ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് ലോകത്തിൻ്റെ മറ്റെവിടെയാണ് കാണാൻ പറ്റുക? ഈ ഷോയുടെ ആദ്യപടിയായി കുറച്ച് ശിവഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കാം. ഇനി നമുക്ക് ഷോ കാണാം.
over 15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adi Yogi. When his stillness lasted for years on end, curious onlookers melted away. Only 7 seekers remained, as they could not tear themselves away from him. He transmitted the profound science of yoga in its full depth and dimension. He expounded 112 methods of attainment, offering his disciples access to the deepest innards of creation.
created and the uncreated cascaded upon his unbridled wild hair. It was a vision of the very core of the cosmos in all its profundity and magnificence, a vision of the unfathomable mysteries of the universe, a most overwhelming vision the sages and Devi Parvati had ever witnessed. Devi Parvati, seeing Adiyogi reveling in ecstatic states, said, I want to have what you have. Show me the way. Adiyogi absorbed her and made her a part of himself, and hence he is the Ardhanari, the ideal man, where one half of him is woman. Seeing the splendor of this magnificent union, Ghanas, his constant companions, asked, what about us? Adiyogi said, just drink of me, which drove them into intoxicated raptures. Seven sages, the Saptarishis, took the sacred science of yoga in all its forms to human habitations across the planet, which turned into crucibles of civilization.
this spectacular being is not of the past, but the future of humanity. To move humanity from hallucinations of ups and downs to nameless ecstasies of one's interiority. Mahadevaya Namaha. Mahadevaya Namaha. Mahadevaya Namaha. Yoga Yoga Yogeshwaraya Bhuta Bhuta Bhuteshwaraya Kala Kala Kaleshwaraya Shiva Shiva Sarveshwaraya Shambho Shambho നമസ്കാരം. We are ഇപ്പോൾ ഷോ കഴിഞ്ഞു, ആളുകളൊക്കെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. ഞാൻ ഈ വീഡിയോ കുറച്ച് മുമ്പേ ഇട്ടതാണെങ്കിലും കൂടി എൻ്റെ ഈ പുതിയ വീഡിയോയിൽ ഈ ഷോ കാണിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ, എല്ലാവർക്കും ശരിക്കും ഈ ഷോ കഴിഞ്ഞപ്പോൾ ഹൃദയം നിറഞ്ഞതുപോലെ തോന്നി. ആളുകൾ കുറച്ച് പേരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ മറ്റൊരു വീഡിയോയുമായി ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.